സ്വീകരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് നന്ദി പറയാം. നല്ല ഒരു ജീവിതം ലഭിച്ചതിനെ ഓർത്ത്, നല്ല ഒരു അച്ഛനും അമ്മയും ലഭിച്ചതിനെ ഓർത്ത്, നല്ല ശാന്തിയും സമാധാനവും ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ കണ്ണുകൾ തുറക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ പ്രയർ ഗ്രൂപ്പിൽ വരാൻ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം മുടിയൊക്കെ വെച്ചത് പിന്നെ ഇച്ചിരി സൗന്ദര്യം കൂടി, മുടിയുടെ നീളവും കൂടിയതോടുകൂടി എൻ്റെ ഏറ്റവും വലിയ പേടിയും കൂടി. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ തലയിൽ ജീവിക്കുന്ന പേനൊക്കെ എൻ്റെ തലയിലേക്ക് മാറുമോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. ഇനി അങ്ങനെ സംഭവിച്ചാലും ആ പേനയൊന്നും നിങ്ങൾ വഴക്ക് പറയരുത്. കാരണം പേനകൾക്ക് മനസ്സിലായി കാണണം, ബുദ്ധിയുള്ള തലയിൽ ജീവിച്ച അവർക്കും ബുദ്ധി കിട്ടുമെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേര് സർവം മായ. അതിലെ കഥാപാത്രമായ ദലുലു എന്ന പ്രേതം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതത്തില് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മൾ കൈവിടാതെ പിടിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം വേദനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വഴി മറ്റൊരാളെ അവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും ആണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നിർണ്ണയിക്കുന്നത്. നമ്മൾ ലോകം കാണുന്നത് എങ്ങനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നമ്മൾ കാണണം. അപരിചിതരായ വ്യക്തികൾ പോലും നമ്മുടെ ജീവിതത്തിലെ പല സ്വാധീനങ്ങളും ചെലുത്താൻ കഴിയും. നമ്മുടെ സങ്കടങ്ങളിൽ തളർന്നിരിക്കാതെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം. എനിക്ക് ചോദിക്കാനുണ്ട്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി. ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? സന്തോഷം. നമുക്ക് ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത്? സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ സന്തോഷവാന്മാരായി ഇരിക്കാം എന്നുള്ളതാണ്. സന്തോഷം എന്നുള്ളൊരു സാധനം അത് ജീവിതത്തെ പുറത്തുള്ള ഒരു വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. മറിച്ച് ദൈവത്തിലാണ് ആ സന്തോഷമുള്ളത്. ലോകം തരുന്ന ഒരു സന്തോഷം അത് താൽക്കാലികം മാത്രമാണ്. എന്നാൽ ദൈവത്തിൽ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ശാശ്വതമാണ്. തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-18 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്പോൾ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും നന്ദി പറയും. മറ്റുള്ളവരോട് പക വകച്ചു പുലർത്തുന്ന മനസ്സിനെ സമാധാനം കെടുത്തും. എഫേസ്യർ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഭാരമില്ലാതായി മാറും. കയ്പും വിദ്വേഷവും ഇല്ലാത്ത ഹൃദയത്തിൽ മാത്രമേ സന്തോഷത്തിന് വസിക്കാൻ കഴിയൂ എന്ന്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയ ആത്മസംതൃപ്തിയും നമുക്ക് നൽകുന്നുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, കരുണ പ്രകടിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ തനിയെ സന്തോഷം നിറയും. അതുകൊണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് അമിതമായ ആശങ്കകൾ നിങ്ങൾ കൈവിട്ട് സന്തോഷം ഉണ്ടാക്കാനുള്ളൊരു ഹൃദയം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു ചെറിയ സീക്രട്ട് പറയാം. പക്ഷേ നിങ്ങൾ ചിരിക്കരുത്. ഈ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ക്ലാസ്സിൽ
മൊത്തം പെൺകുട്ടികളായിരുന്നു. മനസ്സിൽ 1000 ലഡ്ഡു പൊട്ടിയെങ്കിലും സ്റ്റുഡൻസിനെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ ഭയങ്കര നാണമാണ്, ഞാൻ തന്നെയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗേൾസ് എന്നോട് പറഞ്ഞു, വി വിൽ മേക്ക് യു കംഫർട്ടബിൾ എന്ന്. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ലേഡീസ് മാത്രമുള്ള ഒരു ക്ലാസ് റൂം. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞ് ഇറങ്ങി. സാധാരണ 1 മണിക്കൂർ 40 മിനിറ്റാണ് ക്ലാസ് ഉള്ളത്. 1 മണിക്കൂർ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ മടുക്കും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള പഞ്ചാര ഏവീസ് പുറത്തിറങ്ങും. പിന്നെ പണ്ടത്തെ കഥകളും വൈഫിനെ പറ്റിച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. അങ്ങനെ ആ സെമിസ്റ്റർ അവസാനം ഒരു പെൺകുട്ടി എണീറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിനോട് എനിക്കൊരു സജഷനുണ്ട്. ഞാൻ അമ്പരന്ന് പോയി. ജസ്റ്റ് +2 കഴിഞ്ഞ ഒരു പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറയുന്നു, എനിക്ക് സാറിന് സജഷൻ തരാനുണ്ട് എന്ന്. ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഉറുമ്പിന് പോലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആനയായാൽ പോലും കേൾക്കാൻ പഠിക്കണമെന്ന്. അങ്ങനെ ആ പെൺകുട്ടി മറ്റു പെൺകുട്ടികളുടെ മുമ്പിൽ വച്ച് എൻ്റെ മുഖത്ത് നോക്കി എന്നോട് കാര്യം പറഞ്ഞു, ഹിയർ ആഫ്റ്റർ സ്റ്റാർട്ട് ലവിങ് യുവർ വൈഫ് എന്ന്. ഒരു വെള്ളടി പോലെ തോന്നിയെങ്കിലും സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ തന്നെ നമ്മളെ മാറ്റാൻ ശ്രമിക്കണം. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ കഴിഞ്ഞ 45 വർഷത്തിനുള്ളിൽ BEdന് പഠിക്കുമ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ടീച്ചറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആകാൻ പറ്റിയിട്ടുണ്ട്. ആ ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏവിസേ നീ എന്താ ചെയ്തു വെച്ചേ, ആ കോളേജിൽ 2-3 വർഷത്തേക്ക് നിന്നെക്കുറിച്ച് പറയാൻ മാത്രമേ ആ ടീച്ചറിന് സമയമുള്ളൂ എന്ന്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ ടീച്ചറിനോട്, ടീച്ചർ സുന്ദരിയാണെന്ന് എല്ലാവരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു പോയി. അതിന് ആ ടീച്ചർ എന്നെ ഇങ്ങനെ ഫേമസ് ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇബ്ര കോളേജിൽ വെച്ച് ബെസ്റ്റ് ടീച്ചറാകാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ ബെസ്റ്റ് മകനാകാൻ പറ്റിയിട്ടുണ്ട്. എന്നെ കെട്ടിച്ചു വിട്ട വീട്ടിൽ എന്നെ കല്യാണം കഴിച്ച വീട്ടിൽ അല്ല ഞാൻ മരുമനായി ചെന്ന് പറഞ്ഞ വീട്ടിലെ ബെസ്റ്റ് മരുമനാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. 2026 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം ജനുവരി 2-ാം തീയതി ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ പണ്ട് ധ്യാനത്തിന് പോയി നുള്ളിപ്പറിച്ച കരയിപ്പിച്ച ആ കാലുകളിലേക്ക് കിടന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയം നീ കീഴടക്കിയിരിക്കുന്നു, അതുകൊണ്ട് ക്ഷമിക്കുക. ഈ കാലമത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇന്ന് തൊട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവുകയാണ്. എന്നിൽ എനിക്ക് ഈ പ്രാവശ്യത്തെങ്കിലും ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആകാൻ, അതിനുള്ള കപ്പ് മേടിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർ വിചാരിക്കും ഇത് എവി സാറിൻ്റെ തൃശ്ശൂർ വക ഒരു തള്ളായിരിക്കുമെന്ന്. ഒരു ദിവസം കൊണ്ടൊന്നും ഒരാണും മാറാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ഭർത്താവിന് കൊടുക്കില്ലേ ഞാൻ ബെസ്റ്റ് ഹസ്ബൻഡ് അവാർഡ് എന്ന്. ഇനി ഈ മാതാവിൻ്റെ രൂപത്തിലുള്ള അടുത്ത ഇത്തിരി സ്പേസ് കൂടി ഉണ്ടാക്കണമെന്നാണ് തോന്നുന്നേ. കാരണം എവീസ് പുണ്യാളിൽ ഇരിക്കാണ്ട് ഒരു സ്ഥലം കൂടെ വേണം അവിടെ. ഇവിടെ ഇരുന്ന ചേട്ടന്മാർ വിചാരിക്കും ഇത് മിക്കവാറും സാറിൻ്റെ ഏതോ കുരുത്തക്കേട് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ മൂവാണ് എന്ന്. ഈ പിള്ളേര് വിചാരിക്കും പ്രായം കൂടിപ്പോയി, അല്ലെങ്കിൽ ഈ കാല് പിടിക്കുന്ന സാറിനെ കെട്ടാമായിരുന്നു എന്ന്. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ സക്സസ് തുടങ്ങുന്നത് എന്ന് അയാൾ സ്വന്തം തെറ്റുകൾ കണ്ടുപിടിച്ച്
അതിനെ നന്നാക്കാൻ തിരുമ്പുമ്പോഴാണ്. വേറെ രീതിയിൽ പറഞ്ഞ, ഒരു കള്ളൻ പിടിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഉടായ്പ പരിപാടികളൊക്കെ നിർത്തി നന്നാകാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നാവണം. അങ്ങനെ 2026 എൻ്റെ ഗോൾ എന്നത് ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് എന്ന അവാർഡ് മേടിക്കാൻ എന്നുള്ളതായി തീർന്നു. IAS എക്സാം എഴുതിനേക്കാളും വലിയ പാടുള്ളൊരു ഏർപ്പാടാണിത്. ഒരു മിസ്റ്റേക്ക് മതി, ഫുൾ നെഗറ്റീവ് മാർക്കാണ്. ആ കൂടി ഒരു പ്രാർത്ഥന, ഏവിസ് പുണ്യാള ഒന്ന് കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രമാണ്. നമ്മുടെ കുടുംബത്തില് അച്ഛനും അമ്മയും തമ്മിൽ ഒരു രമ്യതയിൽ വന്നേ ആ കുടുംബത്തിൽ ശാന്തി ഉണ്ടാവും. ശാന്തി ഉണ്ടായാൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടായാൽ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. 2027 എൻ്റെ ഗോളായി മാറിയത് എങ്ങനെ ഒരു ബെസ്റ്റ് ഫാദർ ആകാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു മോഹമായി ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വ്യൂവിൽ ഞാൻ ഒരു നല്ല ഫാദർ ആകാൻ എന്ത് ചെയ്യണം എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ കെയർ ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു അച്ഛനെയാണ്. അങ്ങനെ ഒരു അച്ഛനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന്. എൻ്റെ ഉള്ളിലുള്ള അഭിനേതാവോട് ഞാൻ പറഞ്ഞു, ബെസ്റ്റ് പെർഫോമൻസ് പുറത്തിറക്കാനുള്ള സമയമായി. അങ്ങനെ എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന ഒരച്ഛനാകാൻ ഞാൻ സ്വയം ശ്രമം തുടങ്ങി. കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരച്ഛനെയല്ല, അവരുടെ കൂടെ കളിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതുമായ കെയറിങ്ങുമായ ഒരച്ഛനെയാണ്. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി എന്നെ തന്നെ മാറ്റി തുടങ്ങി. അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിച്ചു. അങ്ങനെ എൻ്റെ സമയം ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സമയവും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സന്തോഷവും സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അച്ഛനെ കുറിച്ച് എന്നെ നോക്കി 2 പേർ എന്നോട് പറയുകയുണ്ടായി, യു ആർ ലക്കി ബിക്കോസ് യു ഗോട്ട് ഹിം ആസ് യുവർ ഫാദർ എന്ന്. അങ്ങനെ എൻ്റെ മക്കളോടും എന്നെ നോക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ പറയാമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഹാപ്പിനെസ് ഉണ്ടായി. ഹാപ്പിനെസ് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരിൽ തേടരുത്. ഒരു മെറ്റീരിയൽ തിങ്സും നിങ്ങൾക്ക് സന്തോഷം തരില്ല. അത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നതെന്ന്, എങ്ങനെയാണ് ഹാപ്പിയായി ആയിരിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. പല പല വ്യാധികൾ കൊണ്ടും ദുഷിച്ച അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് പോയി കിടക്കുകയാണ്. ഇപ്പോഴത്തെ നൂറ്റാണ്ട് ഏറ്റവും വലിയ ഒരു വിപത്ത് എന്ന് പറഞ്ഞാൽ രോഗങ്ങളല്ല, മറിച്ച് മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയാണ്. ദൈവം എൻ്റെ ഉള്ളിൽ ഒരു അശരീരിയായി വന്ന് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു നല്ല ജീവിതം തന്നു, നല്ല മാതാപിതാക്കളെ തന്നു, ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം എന്ന്. അതുകൊണ്ട് നിന്നെ അലട്ടുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് ആ കാര്യങ്ങൾ എല്ലാം നീ ഫിക്സ് ചെയ്യാൻ നോക്കൂ എന്ന്. അപ്പോൾ നിനക്ക് സമാധാനം കിട്ടും. നിനക്ക് സമാധാനം കിട്ടിയാൽ നിനക്ക് സന്തോഷം ലഭിക്കും. നിനക്ക് ജീവിതത്തിൽ സന്തോഷം വന്നാൽ നിനക്ക് എൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയാൻ പറ്റുമെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളെടുത്തും ഞാൻ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങൾ ഉണ്ടാകരുത്. ആ മനസ്സ് കുട്ടികളെ പോലെ നിർമ്മലവും ലളിതവുമായി തീരണം. എല്ലാവർക്കും അറിയാം, 2018 ആ വലിയ പ്രളയമുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് ഗേൾഫ്രണ്ടിനുള്ള അഗാധമായ പ്രണയം മൂലം ആയിരിക്കും അവളുടെ വീട് കണ്ടുപിടിച്ച് അവളെ കാണാൻ പോയത് എന്ന്. ശരിക്കും പറഞ്ഞാൽ അല്ല. നമ്മൾ ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തം ഒരു സിനിമ പോലെ നമ്മുടെ മുന്നിലൂടെ പോകും.
അപ്പോൾ ഒരാഗ്രഹം മാത്രമായി അത് നിൽക്കരുത് എന്നെനിക്ക് തോന്നി. 2001 മുതൽ 2018 വരെ ഒരു രാത്രി പോലും ഇല്ല അവളെ ഞാൻ സ്വപ്നം കാണാത്തത്. എങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടാൽ പോലും അത് അവളാണോ എന്ന് എപ്പോഴും ഹൃദയം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അന്ന് അവളെ കാണാൻ പോയത്. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരാണിന് ഒരു പെണ്ണിനെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റൂ എന്ന്. അവനത് മരിക്കുന്നവരെ അവന്റെ ഓർമ്മകളിൽ അവൾ ജീവിച്ചിരിക്കുമെന്ന്. എന്നാൽ ഒരു പെണ്ണിന്റെ മനസ്സ് ഒരാണ് ജീവിക്കുന്നത് അവൾക്കൊരു കുട്ടി ഉണ്ടാവുന്നവരെ മാത്രമാണ്. കുട്ടി ഉണ്ടായാൽ പിന്നെ ആ കുട്ടിയാണ് അവളുടെ ജീവിതമെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഞാനത് ചെയ്തു. ഇപ്പോൾ ഞാൻ സ്വപ്നം കാണാറില്ല, ആൾക്കൂട്ടത്തിൽ ആരെയും തിരയാറുമില്ല. ദൈവം ചിലരെ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത് ചില കാരണങ്ങളുണ്ട്. അവൾ കാരണമാണ് എനിക്ക് ഇന്ന് സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായത്. അവൾ കാരണമാണ് എനിക്ക് പെണ്ണുങ്ങളോട് പേടിക്കാതെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായത്. ദൈവം നമ്മളിൽ നിന്ന് ചിലരെ എടുത്തു മാറ്റുന്നത് നമ്മളെ തകർക്കാനല്ല, പകരം ജീവിതത്തിൽ ഇതിലും വലിയ തകർച്ചകൾ വരുമ്പോൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ജനുവരിയിൽ എൻ്റെ കാലിൻ്റെ ഇഞ്ചുറി കഴിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞു. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പള്ളിയിലൊക്കെ മുടങ്ങാതെ പോയി തുടങ്ങുകയും ദൈവത്തിലേക്ക് തിരികുകയും ചെയ്ത എനിക്ക് ഈ ഗതി എന്നെങ്കിലും വരുമോ എന്ന് ഞാൻ ചിന്തിച്ച്, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് ഞാൻ ഒരിക്കലും വേവലാതിപ്പെടാറില്ല. ഞാൻ ഇത്രയാണ് ചിന്തിച്ചിരുന്നത്, ഇതിലും വലിയത് എന്തോ വരാനിരുന്നത് ദൈവം കാലിലേക്ക് മാറ്റിക്കൊടുത്തു. അല്ലെങ്കിലും എവി സാറിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ടായിരുന്നു, ആ കളി കുറയ്ക്കേണ്ട സമയമായതുകൊണ്ടായിരിക്കാം. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു പാമ്പ് കടിയേറ്റാൽ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെടാൻ പോയി നോക്കും. അതെയോ നമ്മൾ ആ പാമ്പിനെ കണ്ടുപിടിച്ച് എന്തിനാണ് നീ എന്നെ കടിച്ചതെന്ന് അന്വേഷിച്ചു പോകുമോ? ജീവിതത്തിൽ ഇത് സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് സംഭവിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് പോവുക. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഒരു 20 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. അത് ഏകദേശം 18,000 രൂപയ്ക്ക് ഉറപ്പിച്ചു. പിന്നീട് ആ ഡീല് മാറിപ്പോയി. പക്ഷെ ഞാൻ വീട്ടിലെപ്പോഴൊക്കെ ചെന്ന് കഴിഞ്ഞാലും എപ്പോഴും ആ സ്ഥലത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ഫാദറിനോട് പറഞ്ഞു, ആ ഭൂമി നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന്. അങ്ങനെ 18,000 രൂപയുടെ ഭൂമി ഞാനത് മേടിച്ചത് 68 ലക്ഷം രൂപയ്ക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ഉണ്ടാകരുത്. എന്ത് മനസ്സിൽ തോന്നുന്നുവോ അത് ചെയ്യുക. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം പറയുന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ സഹായിച്ച് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തരും. മേക്ക് പീസ് വിത്ത് യുവർ പാസ്റ്റ്. എനിക്ക് ജീവിതത്തിൽ വളരെ ദുഃഖമായിരുന്നു. ബി.എഡിന് ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് വർഷങ്ങളോളം ഞാൻ രാത്രിയിൽ കിടന്ന് കരഞ്ഞാണ് ഉറങ്ങിയിരുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, സാറ് സ്കൂളിൽ വെച്ച് ഇംഗ്ലീഷിന് തോറ്റയാൾ എങ്ങനെയാണ് ജയിച്ച് ഇതുപോലെ ഇംഗ്ലീഷിലെ പ്രൊഫസറൊക്കെ ആയി മാറിയത് എന്ന്, എന്താണ് ഇങ്ങനെ മാറാൻ സഹായിച്ചത് എന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എന്തിനോ വേണ്ടി പഠിച്ചു. ആഗ്രഹം വന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി പഠിച്ചു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ഞാൻ MA പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു, വീടിൻ്റെ മെയിൻ്റനൻസ് ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന്. പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് അവിടുന്ന് പോരണം എന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് പോന്നു. അന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം, ഇത്രയും നാൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ ആവശ്യ സമയത്ത് നിനക്കെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നായിരുന്നു. അന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ എന്തൊക്കെയോ എക്സാമിന് എഴുതി വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം സാറുമാര് എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു. എനിക്കും തോന്നി, MA എനിക്കുള്ള ടാസ്ക് അല്ല, ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ MA പഠനം ഉപേക്ഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചറിയിച്ചു. അങ്ങനെ അച്ഛൻ തന്ന സമ്മതം കൊണ്ട് ഞാൻ ആ രാത്രി ഒരിക്കലും മറക്കില്ല. കാരണം ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അടിച്ച ഒരു രാത്രി ഇല്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ TC മേടിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോയ എന്നെ എൻ്റെ HOD വിളിച്ചു. HOD വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പഠനം നിർത്താൻ പോകുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാമാണ് വരുന്നത്, അത് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന്. എനിക്ക് ടീച്ചേഴ്സിനെ കാണുമ്പോൾ, എനിക്ക് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് BAക്ക് മാർക്ക് കുറഞ്ഞു പോയത് എന്നുള്ളൊരു ചിന്തയും അവരോടുള്ള ദേഷ്യവുമാണ് എൻ്റെ മനസ്സിലെത്താൻ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ സമാധാനമായി പഠിക്കുക, ഇനി നിന്നോട് ആരും ചോദ്യം ചോദിക്കില്ല എന്ന്. അന്ന് എൻ്റെ മനസ്സിൽ സമാധാനമായി. പിന്നീട് എൻ്റെ മാർക്ക് 60% നിന്ന് 80% വരെയായി. തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഞാൻ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തു. അന്ന് തൊട്ട് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയായി. സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. നമ്മൾ തോക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മൾക്ക് നമ്മുടെ അടുത്ത് വന്ന് രക്ഷിക്കും എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കാതിരിക്കുന്നത്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ പുതിയൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ഫ്രണ്ടിൻ്റെ പേര് ഗൂഗിൾ. ജീവിതത്തിൽ പലപ്പോഴും തോക്കുമ്പോഴും ആ തോൽവികളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി ജീവിതത്തിൽ വിജയിക്കണം എന്ന തോന്നലോടുകൂടി എപ്പോഴും മുന്നോട്ട് പോകണം. തോൽവികളൊന്നും തോൽവികളല്ല. ആ തോൽവികളൊന്നും സ്വന്തം തോൽവികളായി പരിഗണിക്കാതെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ വീട്ടുകാര് എന്നോട് പറഞ്ഞില്ല എനിക്ക് കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞില്ല. ഞാനും എന്നോട് പറഞ്ഞില്ല എനിക്ക് കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന്. ഏതൊരു തടസ്സത്തെയും ഏതൊരു പ്രതിസന്ധിയെയും ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് എൻ്റെ ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകി ഞാൻ മുന്നേറി. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, I have 1000 excuses to not to do a thing എന്ന്, but you have 1000 excuses to do a thing എന്ന്. ജീവിതത്തിൽ എൻ്റെ ദുഃഖങ്ങൾക്ക് ഞാൻ തന്നെ സമാധാനം കണ്ടെത്തി. എനിക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ നേടിയെടുത്തതല്ല, അത് ദൈവം നൽകിയതാണെന്ന ഉത്തമ ബോധത്തോടെ മനസ്സിൻ്റെ ആകുലതകൾക്ക് ആശ്വാസവും കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വീണ്ടെടുത്തു. ഇപ്പോൾ ഞാൻ സ്വപ്നം കാണാറില്ല. മാർക്ക് കിട്ടാത്തതിന് അത് എൻ്റെ തെറ്റായി ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഒരു ടീച്ചറിനെ കാണുമ്പോൾ ഇപ്പോൾ ദേഷ്യം ഇല്ല. ഇങ്ങനെ ഒരു വേദിയിൽ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആകുലതകളും ഏറ്റുപറഞ്ഞതോടുകൂടി എൻ്റെ മനസ്സിന് എനിക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. നമ്മുടെ പാസ്റ്റിലെ എല്ലാ വേദനയിലും നഷ്ടബോധത്തിലും ഒരു പീസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയാൽ, നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റിയാൽ, അത് ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവന്നാൽ നമുക്ക് സന്തോഷം നമ്മൾ കണ്ടെത്തും.
ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷം അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ, ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ തന്നെ മാനസിക ദുഃഖങ്ങളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള വേദനകളും ദൈവം മാറ്റിത്തരും. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം മരിക്കണം. അതുപോലെ യാതനകളെ ദൈവത്തിന് വേണ്ടി സഹിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.